കുട്ടികളെ 15ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 14ാമത്തെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഓർത്ത് നോക്കുക. ചില കർവുകളിലെ തന്നിരിക്കുന്ന പോയിന്റുകളിലൂടെ വരയ്ക്കുന്ന ടാൻജന്റുകളുടെയും നോർമലുകളുടെയും സ്ലോപ്പുകൾ കാണാനും അതുപോലെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവിലെ ചില പോയിന്റുകൾ കണ്ടുപിടിക്കാനും ഒക്കെയാണ്. ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിൽ അതിന്റെ തുടർച്ചയായ അതേ എക്സസൈസിന്റെ തുടർച്ചയായ കുറേ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടാൻജൻസിന്റെയും നോർമൽസിന്റെയും സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സമവാക്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്തില്ലായിരുന്നു, സ്ലോപ്പുകൾ കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളെ ചെയ്തുള്ളൂ. ഈ വീഡിയോ ക്ലാസ്സിൽ പോയിന്റുകൾ തന്നാൽ കർവിലെ പോയിന്റുകളിലൂടെ വരയ്ക്കുന്ന ടാൻജന്റുകളുടെ നോർമലിലെ സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ തുടരാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 വരെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ് ചെയ്തത്. ചോദ്യം 10, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് -1 തന്നിട്ടുണ്ട്. സ്ലോപ്പ് തന്നിട്ടുണ്ട്. ദാറ്റ് ആർ, ഞാൻ ലൈൻസിനെ പ്രത്യേകം ദാറ്റ് ആർ ടാൻജൻസ് ടു ദി കർവ് y = 1/x-1. y = 1/x-1 എന്നൊരു കർവാണ്. ആ കർവില് എന്താണ് ടാൻജന്റുകളുടെ സമവാക്യങ്ങൾ കണ്ടുപിടിക്കണം. അവയുടെ സ്ലോപ്പുകൾ -1 ആയിരിക്കും. അതിനോട് ചുരുക്കി പറഞ്ഞാൽ സ്ലോപ്പുകൾ -1 ആയിട്ടുള്ള ഈ കർവിലെ ടാൻജന്റുകളുടെ സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ഈ കർവിലെ സ്ലോപ്പുകൾ -1 ആയി വരുന്ന എല്ലാ ടാൻജന്റുകളെയും സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്നത് പോലെ തന്നിരിക്കുന്ന കർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എനി പോയിന്റ് കണ്ടുപിടിക്കണ്ടേ? എന്താണ് dy/dx? പറഞ്ഞോളൂ. 1/x-1 ഡെറിവേറ്റീവ് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം 1/x. അല്ലെ, 1/x അല്ല, 1/x ന്റെ രൂപത്തിലാണ്. 1/x ന്റെ ഡെറിവേറ്റീവ് -1/x² എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ 1/x-1 ന്റെ ഡെറിവേറ്റീവ് പെട്ടെന്ന് പറയാമോ? കോഷ്യന്റ് റൂൾ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പറയാമോ? -1/x-1² ഇൻറ്റു എക്സിന് പകരം വന്ന x-1 ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്യാം. അപ്പോൾ x-1 ന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ ഇട്ടുള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് -1/x-1² വളരെ പെട്ടെന്ന് കോഷ്യന്റ് റൂൾ ഉപയോഗിച്ചാൽ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇതിപ്പോ dy/dx. എന്താണ് dy/dx എന്ന് പറഞ്ഞാൽ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ആണ്. ഇനി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻസ് തന്നിട്ടുണ്ടല്ലോ -1 അല്ലേ, വളരെ എളുപ്പമാണ്, കാര്യം എളുപ്പമാണ്. അതുകൊണ്ട് ഗിവൺ ദാറ്റ് എന്താണ് തന്നിരിക്കുന്നത്? ഗിവൺ ദാറ്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു -1. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻസ് is equal to -1 തന്നിട്ടുണ്ട്. It implies that dy/dx equal to -1 implies that -1/x-1² is equal to -1. ഈ രണ്ട് വശത്തും മൈനസ് ഉള്ളതുകൊണ്ട് വെട്ടിക്കളയാം കേട്ടോ. ഈ മൈനസും ഈ മൈനസും വെട്ടിക്കളയാം. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ഈക്വൽ ടു അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x-1² ഇൻറ്റു 1, ബാക്കി x-1² എന്ന് കിട്ടിയല്ലേ. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ എക്സിന്റെ വിലകൾ കിട്ടും. എന്ത് പറഞ്ഞോളൂ? x-1² 1 ആണെങ്കിൽ x-1 is equal to √1. ശരിയല്ലേ? x-1² 1, അതുകൊണ്ട് x-1 √1 is equal to +1 or -1. +1 or -1 രണ്ട് വിലകളുണ്ട്. √1 എന്ന് പറയുമ്പോൾ രണ്ട് വിലയുണ്ട്. +1 എടുക്കണം, -1 എടുക്കണം. അപ്പൊ നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടും. x-1 = 1 ഉണ്ട്, or x-1 is equal to -1 ഉണ്ട്. സോൾവ് ചെയ്യുമ്പോൾ x = 2 അല്ലേ, മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ 1 + 2, or x is equal to 0 അല്ലെ, മൈനസ് നോടും +1 മൈനസ്. രണ്ട് വാല്യൂസ് ഉണ്ട്, x = 2 and x = 0. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷനിലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ? ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കണ്ടേ? ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വിലകൾ കണ്ടുപിടിക്കാം. when x = 2, y is equal to എവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടത്? കർവിലല്ലേ. ഇതാണ് കണ്ടോ, y എന്ന് പറയുന്നത് 1/x-1 ആണ്. അപ്പൊ x-ന് 2 ആകുമ്പോൾ y is equal to 1/2 - 1, that is 1/1, y = 1 കിട്ടും. അപ്പൊ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2, 1 ആണ്. അപ്പൊ ഒരു പോയിന്റ് 2, 1 കൂടി വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇനി അടുത്തത് when x = 0 ആകുമ്പോൾ y യുടെ വാല്യൂ 1/0, that is 1/-1 is equal to -1. Therefore the points on the curve are പോയിന്റുകൾ ഏതൊക്കെയാ? 2 കറസ്പോണ്ടിങ് ആയിട്ട് വൈൻഡർ 1, 2, 1, അതുപോലെ 0, -1. പകുതി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ കർവിലെ ടാൻജന്റുകൾ വരയ്ക്കുന്നത് -1 സ്ലോപ്പ് ആയിട്ടുള്ള ടാൻജന്റുകൾ കടന്നു പോകുന്നത് 2, 1 കൂടിയും 0, -1 കൂടിയാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പൊ
ടാൻജന്റുകൾ കടന്നു പോകുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് 2, 1, 0, -1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിനി സ്ലോപ്പ് തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല. ലൈൻസിന്റെ സ്ലോപ്പ് -1 ആണ്. പോയിന്റുകളും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ടാൻജൻസിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? ഇനി ഇക്വേഷൻ ഓഫ് ദി അല്ലെങ്കിൽ ഇക്വേഷൻസ് 2 കിട്ടും. 2 ടാൻജന്റുകൾ കിട്ടും. 2 പോയിന്റുകളിലൂടെയും ടാൻജന്റ് ഉണ്ടാവും. നമുക്ക് ഇക്വേഷൻസ് ഓഫ് ദി റിക്വയർഡ് ടാൻജൻസ് ആർ ഏതൊക്കെയാ +1 ഫോർമുല ചെയ്താൽ മതി. കാരണം പോയിന്റ് സ്ലോപ്പ് ഓൾറെഡി തന്നിട്ടുണ്ട്. -1 പോയിന്റുകൾ. നമുക്ക് ആദ്യമേ ഈ സ്ലോപ്പും ഈ പോയിന്റും ആദ്യത്തെ പോയിന്റ് വെച്ചുകൊണ്ട് ഇക്വേഷൻ പറയാം. ആദ്യത്തെ ടാൻജന്റിന്റെ സമവാക്യം പറയാം. y - y1 ഈ പോയിന്റ് എടുക്കുക. 2, 1 എന്ന പോയിന്റ് എടുക്കുക. y - 1 സ്ലോപ്പ് ഇൻറ്റു x - 2. ഇതിനെ സിംപ്ലിഫൈ അത് നോട്ട്ബുക്ക് എഴുതിക്കണം. മൈനസ് ആദ്യം കാണിക്കുക. അത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇതെല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ എന്താ ax + by + 0 എന്ന രൂപത്തിൽ ക്രമീകരിച്ച് എഴുതാം. അത് നോട്ട്ബുക്ക് ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് ആയി കഴിഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ടാൻജന്റ് പറഞ്ഞ സെക്കൻഡ് ടാൻജന്റ് y രണ്ടാമത്തെ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. y - -1 അല്ലേ? ഈ പോയിന്റ് ഉപയോഗിച്ച് ടാൻജന്റ്. ഈ സിഗ്നൽ സ്ലോപ്പ് മാറ്റുന്നില്ല. സ്ലോപ്പ് സെയിം തന്നെയാണ്. -1 × x - 0. ഇതിനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതാണ് റിക്വയർഡ് ടാൻജന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഇടയ്ക്കുള്ള 2 ചോദ്യങ്ങൾ ഹോംവർക്ക് ആണ്. ഫൈൻഡ് പോയിന്റ്സ് വീണ്ടും വരാണ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് പോയിന്റ്സ് ഓൺ ദ കർവ് x² / 9 + y² / 16 = 1 at which the tangents are parallel to x axis വരുന്നുണ്ട്, parallel to y axis 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോ ക്ലാസ് ആദ്യം ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ കർവ് നിങ്ങൾക്ക് പരിചയമുള്ള അല്ലേ? x² / 9 + y² / 16 = 1 ഒരു എലിപ്സിന്റെ സമവാക്യമാണ് അല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടൈപ്പ് എലിപ്സ് ഇങ്ങനെ കുത്തനെ വരുന്ന എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. ചെറിയ ക്വാണ്ടിറ്റി x² കീഴെയാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുന്ന എലിപ്സിന്റെ ഒരു സമവാക്യം. നമുക്ക് അതൊന്നുമല്ല വേണ്ടത്. ഈ എലിപ്സിലെ പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഓർക്കുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തല്ലേ? ഈ കർവിലെ പോയിന്റുകൾ കണ്ടുപിടിക്കുക. ആ പോയിന്റുകളുടെ പ്രത്യേകത എന്താണ്? അറ്റ് വിച്ച് ടാൻജൻസ് ആർ. പിന്നെ 2 ചോദ്യങ്ങളുണ്ട്. പാരലൽ വിത്ത് x ആക്സിസ് അല്ല, അതായത് ഇതിലെ ഏത് പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റുകളാണ് x ആക്സിന് പാരലൽ ആയിട്ടുള്ളത്, ഇതിലെ ഏത് പോയിന്റുകളിലൂടെ വരയ്ക്കുന്ന ടാൻജന്റാണ് y ആക്സിന് പാരലൽ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കർവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ നിന്നും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആയിട്ട് എനി പോയിന്റ് കണ്ടുപിടിക്കണ്ടേ? dy/ds കണ്ടുപിടിക്കണ്ടേ? ഞാൻ അതിനെ എടുത്തെഴുതാണ്. ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ല, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഓർമ്മയില്ലേ? വീണ്ടും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. പല കാര്യങ്ങളിലും x² / 9 + y² / 16 = 1. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്രാക്ഷൻ മാറ്റി എഴുതാം. അതാണ് കുറെ ഡിഫറൻസിയേഷൻ എളുപ്പം. ഫ്രാക്ഷൻ മാറ്റി എഴുതിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ലത്. ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് ഫ്രാക്ഷൻ മാറ്റാമോ? ഇറ്റ് ഇംപ്ലൈസ് ഡിഫറൻസിയേഷൻ മുമ്പാണ് കേട്ടോ. 16 x² + 9 y² / 9 × 16 അല്ലേ? വേണമെങ്കിൽ ബൈ 9 × 16 എത്ര കിട്ടും? 144 അല്ലേ? ഈസ് ഈക്വൽ ടു 1 അല്ലെ? 144 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 x² + 9 y² = 144 കിട്ടിയാലേ ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 × 1 ആണ്. ഇപ്പൊ നോക്കി ഫ്രാക്ഷൻ ഒക്കെ പറയും. ഇപ്പൊ ഇത് ഡിഫറൻഷിയേഷൻ എളുപ്പമല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ആദ്യം dy/ds കണ്ടുപിടിക്കാം. ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ആദ്യം ഫ്രാക്ഷൻ മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്താ? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് അല്ലെങ്കിൽ ഈച്ച് ടേം ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x തന്നെയാണ്. പറഞ്ഞോളൂ. 16x² ഡെറിവേറ്റീവ് എന്താണ്? 32x അല്ലേ? പ്ലസ് 9y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. ആലോചിച്ച് പറയണം. 9y² എത്രയാ? 9 × 2 18y മാത്രം മതിയോ? ഇൻറ്റു dy/ds. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഈസ് ഈക്വൽ ടു 144 ഡെറിവേറ്റീവ് 0. കോൺസ്റ്റന്റ് എല്ലാവരെയും കൊണ്ട് ഞാൻ പറയിപ്പിച്ചാണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഇനി ഇതിൽ നമുക്ക് dy/ds കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് കിട്ടും? 18 ഇംപ്ലൈസ് 18y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു -32x. അതുകൊണ്ട് dy/dx ഈസ് ഈക്വൽ ടു -32x ഡിവൈഡഡ് ബൈ 18y എന്ന് എഴുതിയാൽ പോലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് വെട്ടാം? 6 കൊണ്ട് വെട്ടാൻ പറ്റിയ 2 കൊണ്ട് വെട്ടാം അല്ലെ? -16x ഡിവൈഡഡ് ബൈ 9 ശരിയല്ലേ? 2 കൊണ്ട് വെട്ടുമ്പോൾ -16x/9. ഇവിടെ നോക്കിയാൽ dy/ds x കൊണ്ട് y കൊണ്ട് രണ്ടും വരുന്നുണ്ട്. x കോർഡിനേറ്റും വരുന്നുണ്ട്, y കോർഡിനേറ്റും വരുന്നുണ്ട്.
അപ്പൊ ഇത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എനി പോയിന്റ് ആണ്. ഇനി നമുക്ക് ചോദ്യം 1 വരാം. ഒന്നാമത്തെ ചോദ്യം ടാൻജൻസ് ഉണ്ട്. ടാൻജൻസ് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്. ഓർത്ത് നോക്കിയാൽ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റിന്റെ പ്രത്യേകത അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും അല്ലെ. സ്ലോപ്പ് എന്ന് പറയുന്നത് dy by dx ആണല്ലോ. അന്ന് ഇവിടെ നമുക്ക് എഴുതുകയാണ് സിൻസ് ദി ടാൻജൻസ്, ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോലെ ടാൻജൻസ് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു 0. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതിക്കോളാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy by dx അല്ലേ. That is dy by dx equal to 0. Slope of the tangent equal to 0. It implies that minus 16x by 9y is equal to 0. Cross multiply ചെയ്യുമ്പോൾ minus 16x equal to 9y into 0 0 അല്ലേ, 0. അതുകൊണ്ട് x equal to 0 by minus 16 0 എന്ന് കിട്ടിയില്ലേ. x ന്റെ വാല്യൂ 0 എന്ന് കിട്ടിയ. അപ്പൊ എക്സിന് ഒരു കിട്ടിയാൽ പോലെ പോയിന്റ് കംപ്ലീറ്റ് ആണെങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് y കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടത് എവിടുന്നാ കിട്ടുക? തന്നിരിക്കുന്ന കർവിലൂടെ വെൻ x equal to 0 എന്ന് പറഞ്ഞു കൊടുക്കണം. x 0 ആകുമ്പോൾ ഇത് കൊടുത്തിട്ട് y യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അല്ലെ, കിട്ടില്ലേ? അത് നോട്ട്ബുക്കിൽ എഴുതിയാൽ പോലെ x 0 കൊടുത്തിട്ട് ഫ്രം ദ ഗിവൺ കർവ് സോൾവ് ചെയ്ത് y കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. അതാണ് എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ടാൻജന്റുകൾ കടന്നു പോകുന്ന പോയിന്റ്. ഇത് നമുക്ക് ഈ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. സിൻസ് ടാൻജൻസ് ആർ പാരലൽ ടു ദി y ആക്സിസ് ആണ്. ഫസ്റ്റ് പാർട്ടിൽ x ആക്സിന് പാരലൽ ആയിരുന്നു. അപ്പോൾ dy by dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇനി രണ്ടാമത് ടാൻജൻസ് ആർ പാരലൽ ടു ദി y ആക്സിസ് ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് അല്ലേ. y ആക്സിന് പാരലൽ ആയിട്ടുള്ള y ആക്സിന് പാരലൽ ഇങ്ങനെയല്ല, വെർട്ടിക്കൽ ലൈൻസ് വരും. വെർട്ടിക്കൽ ലൈൻസിന് സ്ലോപ്പ് എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് തന്നെയാണ്, മറന്നുപോകുന്നത്. അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, 1/0 നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ dy by dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ നോട്ട് ഡിഫൈൻഡ് ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത് -16x by 9y is equal to 1/0. ഇനി ഒരു ഫ്രാക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 അല്ലേ നോക്കി, അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ നോക്കി, ഇതും കൂടെ വരുമ്പോൾ 0 ആവും അല്ലെ. ഇത് അങ്ങോട്ട് 9y, അപ്പോൾ 9y is equal to 0 എന്ന് വരും. ഡിനോമിനേറ്റർ 0, ക്രോസ് മൾട്ടിപ്ലൈ നോക്കുക 9y into 1 9y, ഇതും കൂടെ വരുമ്പോൾ 0 ആയാലേ വരുള്ളൂ. അപ്പോൾ 9y equal to 0, therefore y equal to 0 by 9 equal to 0. അപ്പോൾ y കോർഡിനേറ്റ് കിട്ടി. അതുകൊണ്ട് therefore എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന കർവിൽ കൊടുക്കാം. x square by 9 അല്ലേ. therefore we get x square by 9 plus y യുടെ വാല്യൂ 0 അല്ലേ, 0 square 0 by 16 is equal to 0. Sorry 1 ആണ് കേട്ടോ, 0 അല്ല 1. It implies x square by 9 is equal to 1 അല്ലേ. ഇത് 0 അല്ലേ, 0 by 16 എന്ന് പറയുന്നത് 0 തന്നെ. അപ്പോൾ x square by 9 equal 1. It implies that x square equal to 9. അപ്പോൾ x equal to √9 ന്റെ രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, +3 or -3. അപ്പോൾ രണ്ട് വാല്യൂ കിട്ടും. y0 ഒരേ വാല്യൂ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x ന് രണ്ട് വിലകൾ കിട്ടും. അപ്പോൾ റിക്വയർഡ് പോയിന്റ്സ് ആർ, രണ്ട് പോയിന്റുകൾ കിട്ടും. റിക്വയർഡ് പോയിന്റ്സ് ആർ നിൽക്കാം, രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? x0 x3യും y0യും ആൻഡ് -3 0. ഇങ്ങനെ രണ്ട് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ കൂടെ രണ്ട് ആൻസർ കിട്ടുകയെ അത് ചെയ്തോണം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ക്വസ്റ്റ്യൻ 14ലേക്ക് വരാം. 14ാമത് ഫൈൻഡ് ദി ഇക്വേഷൻസ് ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ കർവ്സ്. അതില് 5 ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒന്നാമത്തതും അഞ്ചാമത്തതും മാത്രമേ ചെയ്തുള്ളൂ. ഇടയ്ക്ക് 3 ഹോംവർക്ക്. ഇതുപോലെ എല്ലാം ഒരേ ടൈപ്പ് ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഒരു കർവ് തന്നിട്ടുണ്ട്, y equal to വീണ്ടും ഒരു കർവ് 4th ഡിഗ്രി ആണ്. ഇതിന് ഗ്രാഫ് ഞാൻ ഗ്രാഫ് ഒന്നും വരയ്ക്കുന്നില്ല. അതൊക്കെ ജിയോജിബ്രയിൽ താല്പര്യമുള്ള ഒരു ജിയോജിബ്രയിൽ ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കിയോളാം. ആ ഷേപ്പ് ഒക്കെ നമുക്ക് കിട്ടും. എന്തായാലും ഈ കർവില് 0.5 എന്നുള്ളൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ 0.5 എന്ന് പറയുന്നത് ഇതിനകത്തൊരു പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ വരയ്ക്കുന്ന ടാൻജന്റിന്റെയും നോർമലിന്റെയും സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക, രണ്ടും കണ്ടുപിടിക്കണം. അതുപോലെ വേറെ ചോദ്യം x equal cos t y equal to sin t at t equal to y4. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നാമത് നോക്കാം. ഒന്നാമത്തെ അതിന്റെ ആൻസർ നോക്കാം. പോയിന്റ് തന്നിട്ടുണ്ട്, x0 y0 തന്നിട്ടില്ലേ, നമ്മൾ ഇക്വേഷൻ അത് പഠിച്ച x0 y0 പോയിന്റ് തന്നിട്ടുണ്ട്, 0.5 തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്തും കൂടി കണ്ടുപിടിക്കണം, സ്ലോപ്പ് കൂടി കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യം തന്നെ, എല്ലാവർക്കും അറിയാവുന്ന dy by dx. ഒന്നാമതിൽ നിന്നും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx equal to 4x³ minus 18x square plus 26x minus 10. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 0.5 അല്ലേ. therefore slope of the
ടാൻജന്റ് അറ്റ് 0,5 ആണ് വേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ സ്ലോപ്പിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 0, വൈയുടെ സ്ഥാനത്ത് 5 കൊടുക്കും. ഇവിടെ എക്സ് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ എക്സ് കോർഡിനേറ്റ് മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 3 പദങ്ങൾ 0 ആയി പോലെ 0 ആയി പോകും. -0 +0 -10 എന്ന് കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. ശരിയല്ലേ? ഇത്രയും പദങ്ങൾ 0 ആയി പോകും. 0 ആയതുകൊണ്ട് ഇതെല്ലാം 0, ബാക്കി -1 മാത്രം കിട്ടും. ഇപ്പൊ സ്ലോപ്പ് ടാൻജന്റും കിട്ടിയല്ലോ, മൈനസ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇക്വേഷൻ കാണാനുള്ള ടാൻജന്റിന്റെയും നോർമലിന്റെയും സമവാക്യം കാണാനുള്ള പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. therefore ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ്. ചിലപ്പോൾ ചോദ്യത്തിനകത്ത് ടാൻജന്റ് മാത്രമേ കാണുള്ളൂ. ഇവിടെ 2 ചോദിച്ചിട്ട് ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കിയിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യാവുള്ളൂ. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് അറ്റൊന്നും ഞാൻ എഴുതല്ല. ഈസ് ഫോർമുല എഴുതാം. y മൈനസ് y0 അല്ലെ? ഓർത്ത് നോക്കുക, ഫോർമുല കാണാതെ പഠിക്കണം. ഈസ് ഈക്വൽ ടു dy ബൈ dx അറ്റ് x0 y0 അല്ലെ ഇൻറ്റു x മൈനസ് x0. അല്ലെങ്കിൽ ഇതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? ഇതിന് പകരം ഈ dy ബൈ dx അറ്റ് x0 y0 f ഡാഷ് x0 എന്ന് പറയാം. f ഡാഷ് x0 എന്ന് പറയുന്നത് it implies that y minus y0 ഏതാണ് ഇവിടെ പോയിന്റ് അല്ലേ? x0 y0. അപ്പൊ y minus 5 is equal to dy by dx at x0 y0 നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ടോ? -10 into x minus x0 0. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഇനി ഇക്വേഷൻ ഓഫ് ദി നോർമൽ ആണ്. അതുകൊണ്ട് നോക്കാം. ഇക്വേഷൻ ഓഫ് ദി നോർമൽ ഈസ് ഫോർമുല y മൈനസ് പറഞ്ഞേ y0 ഈസ് ഈക്വൽ ടു -1 ബൈ അങ്ങനെയല്ലേ ടാൻജന്റ് -1 ബൈ dy ബൈ dx അറ്റ് x0 y0 ഇൻറ്റു x മൈനസ് x0. അപ്പോൾ എന്ത് കിട്ടും? ഞാനിവിടെ എഴുതുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. y മൈനസ് പറഞ്ഞോളൂ. y മൈനസ് 5 ഈസ് ഈക്വൽ ടു -1 ബൈ -10 അല്ലേ? -1 ബൈ -10 ഇൻറ്റു x മൈനസ് 0. വീണ്ടും അതിനെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ നോട്ട്ബുക്കിൽ എഴുതി അയച്ചുകൊള്ളാം. ഇനി നമുക്ക് ചോദ്യം 14ന്റെ 5ാമത്തെ ചോദ്യം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. അതാണ് ഹോംവർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ x = cos t, y = sin t at t = pi/4. ഓർക്കുന്നുണ്ടോ? പാരാമെട്രിക് ഡിഫറൻസിയേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്താണല്ലോ. അവിടെ സ്ലോപ്പ് ഓഫ് ദി നോർമൽ കണ്ടുപിടിക്കാനായിരുന്നു പോലെ. ഇവിടെ എന്താണ്? ഇതൊരു കർവിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ അല്ല. ഇതൊരു ഏതോ ഒരു കർവിന്റെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് പാരാമെട്രിക് ഇക്വേഷൻ t എന്ന പാരാമീറ്ററിൽ തന്നിരിക്കുന്നത് മാത്രം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റിന്റെയും നോർമലിന്റെയും t = pi/4 കൂടി വരയ്ക്കുന്ന ടാൻജന്റിന്റെയും നോർമൽ സമവാക്യങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നാമത്തെ പാർട്ടിൽ എന്തായിരുന്നു? x0 y0 തന്നിട്ടില്ലായിരുന്നു, ജോഡിയായിട്ട് തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ ആ പോയിന്റ് ജോഡിയായിട്ട് തന്നില്ല. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ആ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കാം. x0 y0 ഒന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഈ t = pi/4 അല്ലേ? t = pi/4 x-ലും കൊടുക്കുക, y-ലും കൊടുക്കുക. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ x y അതാണ് x0 y0 എടുക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം then t equal to pi/4 x0 for x coordinate t pi/4 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള x കോർഡിനേറ്റും y കോർഡിനേറ്റ് അതിനെയാണ് x0 y0 എന്ന് പറയുന്നത്. അപ്പൊ when t equal to pi/4 x0 കൊടുക്കും. x0 എന്തായിരിക്കും? cos pi/4 ഉണ്ടോ? കറസ്പോണ്ടിങ് x കോർഡിനേറ്റ് അതിനാണ് x0 എന്ന് പറയുന്നത്. എന്ത് കിട്ടും? cos pi/4 cos 45 അല്ലേ is equal to 1/√2 ആൻഡ് ആ സമയത്ത് y യുടെ വാല്യൂ എന്തായിരിക്കും? അല്ലെങ്കിൽ y0 എന്ന് പറയും, y കോർഡിനേറ്റ്. ഇത് ജനറൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ആ പർട്ടിക്കുലർ സമയത്ത് t pi/4 ആകുന്ന ആ സമയത്ത് x കോർഡിനേറ്റ് x0 എടുക്കാം, y കോർഡിനേറ്റ് y0 എടുക്കാം. is equal to sin pi/4 sin pi/4 sin 45 that is also 1/√. അതുകൊണ്ട് നമുക്ക് ജോഡിയായിട്ട് ഇടാം. therefore x0 y0 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 1/√2, 1/√2 കണ്ടോ? പോയിന്റ് കിട്ടിയല്ലോ. x0 y0 എന്നുള്ള പോയിന്റ് കിട്ടില്ല, മറന്നു പോകരുത് കേട്ടോ. പാരാമെട്രിക് ഇക്വേഷൻസ് തരുവാണെങ്കിൽ ആദ്യമേ ആ പാരാമീറ്ററിന്റെ വാല്യൂ കൊടുത്ത് കറസ്പോണ്ടിങ് പോയിന്റ് x0 y0 ഇതുപോലെ കണ്ടുപിടിക്കുക. ഇനി എന്താ വേണ്ടത്? ടാൻജന്റ് നോർമൽ ഇക്വേഷൻ കാണാനായിട്ട് ഇനി എന്താണ് വേണ്ടത്? സ്ലോപ്പ് വേണ്ടേ? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy by dx അല്ലേ? അപ്പൊ dy by dx കാണാൻ നമുക്കറിയാലോ. പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണ്? പറഞ്ഞോളൂ പെട്ടെന്ന്. dy by dt വേണം, dx by dt വേണ്ടേ? dy by dt എന്താണ്? y ഇതാ sin t അല്ലേ? dy by dt of sin t cos t പെട്ടെന്ന് പറഞ്ഞു പോകാതെ നേരത്തെ പറഞ്ഞാണ്. അതുപോലെ dx by dt പറഞ്ഞ dx x ന്റെ ഡെറിവേറ്റീവ്
sin t. അതുകൊണ്ട് dy by dx ആണ് വേണ്ടത്. ഓർമ്മ നിങ്ങൾക്കറിയാം dy by dt by dx by dt. അത് മുഴുവൻ ഞാൻ എഴുതില്ല. അപ്പൊ cos t മുകളിൽ വരും, താഴെ മൈനസ് t വരും. That is minus cos by sin is equal to cot t എന്നും കിട്ടി. ഇനി വേണ്ടത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് t equal to pi by 4 അല്ലേ? Therefore dy by dx at t equal to t ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. t equal to pi by 4. That is dy by dx ഇവിടെ കിട്ടുന്നുണ്ടോ? മൈനസ് കോട്ട് ടിയുടെ സ്ഥാനത്ത് pi by 4 കൊടുക്കാം. കണ്ടോ? dy by dx ആണ് മൈനസ് കോട്ട് ടി. അപ്പൊ dy by dx at t equal to pi by 4 എന്നുള്ളത് ഇങ്ങനെ എഴുതാം. That is equal to -1 അല്ലേ വരിക? കോട്ട് 45 1 അല്ലേ? അപ്പൊ -1 കിട്ടും. അപ്പൊ സ്ലോപ്പ് കിട്ടിയല്ലോ. അതുകൊണ്ട് നമുക്ക് എഴുതാം. അതുകൊണ്ട് രണ്ടും കാണണ്ടേ? ഇക്വേഷൻ ടാൻജന്റ് വേണം, ഇക്വേഷൻ നോർമൽ വേണം. Therefore equation ഷോർട്ട് ഫോം എഴുതുന്നത് equation of the tangent is ഫോർമുല അറിയാലോ? ഞാൻ എഴുതണം ഇവിടെ. ഇക്വേഷൻ ടാൻജന്റ് y മൈനസ് y1 is equal to dy by dx എന്നുള്ള ഫോർമുല എന്താ പറഞ്ഞോളൂ? y മൈനസ് y1 എന്താ ഇവിടെ x നോട്ട് y നോട്ട് എന്നാണ്. y1 ന് പകരം y നോട്ട് ആണ്. 1 by root 2 is equal to സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ -1 കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു x മൈനസ് 1 by root 2 ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക് ആവും. ഇനി വേണം -1 അകത്തേക്ക് ഗുണിക്കാം. എന്നിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഏത് രൂപത്തിൽ എഴുതാം? ഒന്നുകിൽ ax plus by plus c equal to 0 രൂപത്തിൽ, അല്ലെങ്കിൽ y equal to mx plus c. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക്. സിംപ്ലിഫിക്കേഷന് മാർക്ക് ഇല്ല. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ദി നോർമൽ ഈസ് ഫോർമുല എന്താണ്? y മൈനസ് y നോട് തന്നെ. y മൈനസ് 1 by root 2 is equal to നെഗറ്റീവ് റെസിപ്രോക്കൽ അല്ലെ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. -1 by -1 നെഗറ്റീവ് റെസിപ്രോക്കൽ. -1 by സ്ലോപ്പ് ഓഫ് ടാൻജന്റ് -1 by -1 വരും അല്ലെ? ഇൻറ്റു x മൈനസ് 1 by root 2. വീണ്ടും -1 by -1 +1 ആവും. നേരത്തെ പോലെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് വരാം. Find the equation of the tangent to the curve y equal to x square minus 2x plus 7 which is ആ ടാൻജന്റിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം parallel to the line 2x minus y plus 9 equal to 0. രണ്ടാമത്തെ ചോദ്യം which is perpendicular to the line 5y minus 15x equal to 13. രണ്ട് ചോദ്യങ്ങൾ ആണ് ഇവിടെ. അപ്പൊ കർവ് തന്നിട്ടുണ്ട്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി കർവ് y equal to x square minus 2x plus 7. ഇതൊരു സെക്കൻഡ് ഡിഗ്രി കർവ് ആണ്. സെക്കൻഡ് ഡിഗ്രി കർവ് ഏതൊരു പരാബോളയാണ്. അപ്പൊ ആ പരാബോളയിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയുള്ള ടാൻജന്റ് ആയിരിക്കണം? ആ ടാൻജന്റിന്റെ പ്രത്യേകത എന്താണ്? വേറൊരു ലൈൻ തന്നിട്ടില്ലേ? ഇതിനോട് പാരലലും ആയിരിക്കണം. ഏതോ ലൈൻ തന്നിട്ടുണ്ടോ? എന്താണ് അതിന്റെ കണ്ടീഷൻ ആലോചിച്ച് നോക്കിയാൽ ആദ്യമേ നമുക്ക് ഇതിന്റെ മനസ്സിൽ ഇതിന്റെ ആശയം രൂപപ്പെടുത്തി എടുക്കാം. അതായത് ടാൻജന്റ് പാരലൽ ടു ദിസ് ലൈൻ, അതായത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എന്നല്ലേ അർത്ഥം. രണ്ട് ലൈനുകൾ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ലോപ്പുകൾ തുല്യമായിരിക്കും. ഇവിടെ ഏതൊക്കെ തമ്മിലാണ് പാരലൽ? ഈ കർവിന്റെ ടാൻജന്റും ഈ ലൈനും തമ്മിൽ പാരലാണ്. അപ്പൊ ഇതിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ്, അതായത് dy by dx ഇതിന്റെ സ്ലോപ്പ് തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള ലൈനിന്റെ സ്ലോപ്പ് കാണാൻ +1 പഠിപ്പിച്ചല്ലേ? ഓർത്ത് നോക്കിയേ. ഞാൻ അഡ്വാൻസ് ആയിട്ട് ആദ്യമേ തന്നെ എഴുതിയിട്ടേക്കാം കേട്ടോ. ഈ ax plus by plus c equal to 0 എന്ന രൂപത്തിൽ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ആണ് അല്ലെ? ജനറൽ ഇക്വേഷൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ax plus by plus c equal to 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഇങ്ങനെ തന്നിരുന്നാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ തന്നാൽ അതിന്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല ഓർക്കുന്നുണ്ടോ? ഓർത്ത് നോക്കി. സ്ലോപ്പ് ഓഫ് ദി ലൈൻ, ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല -a/b. ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞിരിക്കുക. ജനറൽ ഇക്വേഷൻ തന്നാൽ ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള സമവാക്യം -a/b ആണ് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കണം, തൽക്കാലം അറിഞ്ഞിരിക്കുക. അപ്പം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. എ പാർട്ട് പറഞ്ഞോളൂ. ആസ് യൂഷ്വൽ ഏതാ തുടക്കം? എന്താ എന്തോരം ചോദ്യം നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ dy by dx സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അല്ലെ? എനി പോയിന്റ് ആണെന്ന് ഓർക്കുക. ഈസ് ഈക്വൽ ടു 2x minus 2 അല്ലേ? 2x minus 2 സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇവിടെ എഴുതാം സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. അത് എഴുതിയേക്കാം. സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. ചില ചോദ്യങ്ങളിൽ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളിൽ ചിലതിനകത്ത് സ്ലോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ചിലത് സ്ലോപ്പ് ടാൻജന്റ് പാരലൽ x ആക്സിസ്, ചിലത് ടാൻജന്റ് പാരലൽ y ആക്സിസ്. അതിനനുസരിച്ച് നമ്മൾ കണ്ടീഷൻ മാറ്റിക്കൊണ്ടേ പോകുന്നു. അങ്ങനെയാണ് നമ്മൾ x കോർഡിനേറ്റും y കോർഡിനേറ്റും കണ്ടുപിടിച്ചത്. ഇവിടെ തന്നിരിക്കുന്നത് ടാൻജന്റ് ഈസ് പാരലൽ ടു ദി ലൈൻ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് ഓഫ് ഗിവൺ ലൈൻ ആണ് കേട്ടോ. പറഞ്ഞോ, ഈ ഫോർമുല വെച്ചിട്ടുണ്ടോ? -a/b ഫോർമുല വെച്ചുകൊണ്ട് -a/b ഇവിടെ എഴുതിയേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ. ഇതിന്റെ a എത്രയാണ്? 2 അല്ലേ? അപ്പൊ -2 ഇവിടെ ax
എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ എ എന്ന് പറയുന്നത്, മാറിപ്പോയത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് -1 അല്ലേ, വൈയുടെ കോഎഫിഷ്യന്റ് -1 ആണ്. അപ്പൊ 2 എന്ന് കിട്ടും, -2/-1. ഇനി എന്ത് എഴുതാം? സിൻസ് നമ്മളിവിടെ എഴുതുകയാണ്, എന്താണ്? സിൻസ് ദ ടാൻജന്റ് ഈസ് പാരലൽ ടു ദ ലൈൻ, അങ്ങനെ എഴുതിയാൽ മതി. സിൻസ് ദി ടാൻജന്റ് ഈസ് പാരലൽ ടു ദ ഗിവൺ ലൈൻ, ദ ലൈൻ ആയതുകൊണ്ട് പറഞ്ഞ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്താണ്? 2x - 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2x ഈക്വൽ ടു 4 അല്ലെ, 2 + 2 = 4. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? എക്സ് കോർഡിനേറ്റ് കിട്ടിയില്ലേ? കണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് y കോർഡിനേറ്റ് എന്താണ്? ഇവിടെ എഴുതാം. when x equal to, therefore y യുടെ വാല്യൂ കർവിൽ നിന്ന് വേണം, തന്നിരിക്കുന്ന കർവ് ഏതാ? ഇതല്ലേ, ഇതിൽ നിന്ന് വേണം കേട്ടോ, കർവിലെ പോയിന്റ് ആണ്. അപ്പൊ x 2 ആകുമ്പോൾ y എന്ന് പറയുന്നത് 2² - 2 × 2 + 7. അപ്പൊ 4 - 4 0. അപ്പൊ 7 കിട്ടിയല്ലേ? അതുകൊണ്ട് പോയിന്റ് ഏതാ? ടാൻജന്റ് വരയ്ക്കുന്ന പോയിന്റ് ഏതാ? 2, 7 എന്ന പോയിന്റിൽ കൂടിയാണ് ടാൻജന്റ് വരയ്ക്കുന്നത്. അപ്പൊ x നോട് y നോട് ആയില്ലേ? അപ്പൊ നമുക്ക് ചുരുക്കി പഠിത്തേ ഉള്ളൂ, നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പോയിന്റ് x നോട് y നോട് തന്നിട്ടില്ലെങ്കിൽ ആ പോയിന്റ് കണ്ടുപിടിക്കണം, അതും കണ്ടുപിടിച്ചു. therefore equation of the required tangent is formula പറഞ്ഞോളൂ. y - y0 is equal to dy/dx at 2,7. അതുകൂടെ കണ്ടുപിടിക്കണം. dy/dx കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. dy/dx at 2,7 കൂടെ കണ്ടുപിടിക്കണം. into x - x0 ആ ഫോർമുല വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഈ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, ബി പാർട്ട് നോക്കാം. ചോദ്യം എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു ദ കർവ്. സെയിം കർവ് തന്നെയാണ്, പക്ഷേ എന്താണ് ടാൻജന്റിന്റെ പ്രത്യേകത? എന്താണ്? ആ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓർ വേറൊരു സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു സ്ട്രെയിൻ എന്ന് ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടാൻജന്റിന്റെ സമവാക്യം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യാം? ആസ് യൂഷ്വൽ നമ്മൾ തന്നിരിക്കുന്ന കർവിന്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അല്ലെങ്കിൽ പോയിന്റ് dy/dx കണ്ടുപിടിച്ചു. ഇനി സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ രണ്ടാമത്തെ ലൈനാണ് കേട്ടോ. 5y ടേം ആണ് ആദ്യം. 5y - 15x = 13 ആണ്. അപ്പൊ ഞാൻ ഇവിടെ സ്ലോപ്പ് ജനറൽ ഇക്വേഷൻ വന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല എന്താണ്? -a/b ആണല്ലോ. അപ്പൊ ആ ഫോർമുല ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയും, തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയും -a. -a വാല്യൂ ഇവിടെ -15 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, മാറിപ്പോകരുത്. എക്സിന്റെ കോഎഫിഷ്യന്റിനെയാണ് a എന്ന് പറയുന്നത്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ -15 ആണ്. അപ്പൊ -15 -a/b. ബിയുടെ വാല്യൂ വൈയുടെ കോഎഫിഷ്യന്റ് അല്ലേ? അപ്പോൾ 5. അപ്പോൾ 15/5 = 3 എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. ഇനി എന്താ തന്നിരിക്കുന്നത്? അതുകൊണ്ട് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്തായിരിക്കും? കഴിഞ്ഞ ചോദ്യത്തിനകത്ത് അങ്ങനെ കണ്ടുപിടിക്കുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ലൈൻ തന്നെയാണ്. കാരണം പാരലൽ എന്ന് പറഞ്ഞാൽ ടാൻജന്റ് അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. വീണ്ടും dy/dx x0 y0 വെച്ച് കാണേണ്ട കാര്യമില്ല. കാരണം റിക്വയർഡ് ടാൻജന്റ് ഈസ് പാരലൽ ടു ദി ലൈനിലായിരുന്നു. അപ്പൊ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ലൈൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇവിടെ നോക്കി, റിക്വയർഡ് ടാൻജന്റ് പ്രത്യേകത പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി റിക്വയർഡ് ലൈൻ? റിക്വയർഡ് ലൈൻ അല്ല, റിക്വയർഡ് ടാൻജന്റ്. ഇതിനോട് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ടാൻജന്റ് ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ടാൻജന്റ് സ്ലോപ്പ് എന്തായിരിക്കും? ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ അല്ലേ? അങ്ങനെ എഴുതാം. സിൻസ് എന്തെഴുതാം? ദി ടാൻജന്റ് ഈസ്, ചോദ്യം നോക്കിയിട്ടുണ്ടോ? പെർപെൻഡിക്കുലർ ടു ദി, പെർപെൻഡിക്കുലറിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. പെർപെൻഡിക്കുലർ ടു ദി ഗിവൺ ലൈൻ, സ്ലോപ്പ് ഓഫ് ദി tangent is equal to -1/3. നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നെഗറ്റീവ് പിടിക്കുക. ഇറ്റ് ഇംപ്ലൈസ്. അപ്പൊ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടോ? -1/3 കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് പോയിന്റ് കൂടി കണ്ടുപിടിക്കണ്ടേ? പോയിന്റ് കൂടി കണ്ടുപിടിക്കണമല്ലോ. ഈ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താണ്? 2x - 2. ദാറ്റ് ഈസ് 2x - 2 ഈസ് ഈക്വൽ ടു -1/3. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x കിട്ടില്ലേ? 2x -2 ഇടുക.
2 - 1/3. അപ്പൊ എന്നിട്ട് ആദ്യം എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന കർവിൽ കൊടുത്ത് വൈ കണ്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സിനോട് വൈനോട് കിട്ടാം. ഏത് പോയിന്റിലൂടെയാണ് ആ ടാൻജന്റ് വരയ്ക്കുന്ന പോയിന്റ് എക്സിനോട് വൈനോട് കിട്ടില്ലേ? എക്സിനോട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഈ എക്സ് ആയിരിക്കും എക്സിനോട് എന്ന് പറയുന്നത്. ഇത് ഇതിനകത്ത് കൊടുത്ത് കിട്ടുന്ന വൈയുടെ വാല്യൂ വൈനോട് എടുക്കുക. പോയിന്റ് കിട്ടി. സ്ലോപ്പ് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? -1/3 ഉണ്ട്. അതുകൊണ്ട് അവസാനം നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ ഓഫ് റിക്വയർഡ് ടാൻജന്റ് ഈസ് y - y0 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x - x0. സ്ലോപ്പ് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കാണേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചോദ്യം 17ലേക്ക് പോകാം. ഫൈൻഡ് പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഓൺ ദി കർവ് y = x3. ഈ y = x3 നിങ്ങൾക്ക് പരിചയമുള്ളല്ലേ? +1 ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 2 ഫംഗ്ഷൻസിനകത്ത് നമ്മൾ x3 ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ആ കർവിലെ പോയിന്റുകൾ കണ്ടുപിടിക്കുക. എങ്ങനെയുള്ള പോയിന്റുകളായിരിക്കണം? അറ്റ് വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു ദി y കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ആണ്. ഇപ്പൊ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. അത് എന്തിനോട് തുല്യമാണ്? ഈക്വൽ ടു y കോർഡിനേറ്റ് y-നോട് തുല്യമാണ്. അത് സോൾവ് ചെയ്ത് നമ്മൾ y കണ്ടുപിടിക്കുക, x കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളൂ. നമുക്ക് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആസ് യൂഷ്വൽ dy/dx. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ജോമെട്രിക്കൽ മീനിങ് ഓഫ് dy/dx? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ dy/dx ഈസ് ഈക്വൽ ടു 3x². ഇനി എന്താ തന്നിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. അറ്റ് വിച്ച് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അതായത് dy/dx ഈക്വൽ ടു y കോർഡിനേറ്റ് ഈക്വൽ ടു y. Given that according to the question slope of the tangent is equal to y coordinate ഇത് തന്നിട്ടുള്ള കാര്യമാണ്. It implies that slope of the tangent 3x² is equal to y coordinate. ഇവിടെ നോക്കിയേ, ഇത് എക്സിനും വൈയിലുള്ള ഒരു സമവാക്യം. നമുക്ക് ആദ്യം തന്നെ എക്സിനോട് വൈനോട് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, വൈ കോർഡിനേറ്റ് കിട്ടണം. ഇവിടെ നോക്കിയേ, ഇതൊരു ഇക്വേഷൻ തന്നെ എക്സിനെയും വൈയും കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ തന്നെയല്ലേ? അപ്പൊ 3x² = y. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 വേണമെങ്കിൽ കൊടുത്തേക്കാം, 1 2 വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മുടെ ചോദ്യത്തിൽ ഒരു ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടില്ലേ? y = x³ തന്നിട്ടുമുണ്ട്. അത് വേണം ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. 3x² = y തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് 3x² y എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷൻ y = x³. ഈ രണ്ടും കൂടി സോൾവ് ചെയ്യും, ഒരുമിച്ച് അത് മിക്സ് ചെയ്ത് സോൾവ് ചെയ്താലേ എക്സും കിട്ടും വൈ കിട്ടും. എങ്ങനെയാ? പല രീതിയിൽ സോൾവ് ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ 1 നിന്നും വൈയുടെ വാല്യൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ വൈയുടെ വാല്യൂ x³ കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ വൈയുടെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ സോൾവ് ചെയ്ത് എക്സ് എന്ന് പിടിക്കാം. വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 2 അല്ലെങ്കിൽ y is equal to x³ 2 in equation number 1 അങ്ങനെ അല്ലെങ്കിൽ y equal to x³ in equation number 1 we get 3x² is equal to x³. ശരിയല്ലേ? 3x² equal to y എന്നുള്ള x³ ആണല്ലോ. ഇതും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 3x² minus x³ equal to 0. ബാക്കി ഇവിടെ എഴുതുകയാണ് കേട്ടോ. That is x² കോമൺ എടുക്കാൻ പാടില്ലേ? രണ്ടിനകത്ത് x² കോമൺ എടുക്കാം. x² into 3 minus x equal to 0. അപ്പോൾ it implies that x² equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? x equal to 0, x² equal to 0 അല്ലെങ്കിൽ x equal to √0 എന്നിട്ടില്ല. ഇവിടെ x equal to 3 equal to x അല്ലെങ്കിൽ x equal to 3. അപ്പോൾ x ന് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. x ന് 0 കിട്ടും, 3 കിട്ടും. ഇനി ഓരോ x നെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കണ്ടുപിടിക്കണ്ടേ? when x equal to 0 കർവിലെ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ എഴുതാം when x equal to 0 പറഞ്ഞേ, ഞാൻ എഴുതുന്നില്ല ഇവിടെ. when x equal to 0 y equal to 0³ 0 and when x equal to 3 y equal to 3³ 27. Therefore the required points are 0 0 and 0 to 3 27. The required points are 0 0 and 3 ക്ക് കറസ്പോണ്ടിങ് ആണ് y equal to 27. ഈ രണ്ട് പോയിന്റുകളാണ് റിക്വയർഡ്. ചോദ്യം പോയിന്റ്സ് കൊണ്ട് കറില്ല. അപ്പൊ ഓർത്ത് നോക്കി എന്തൊക്കെ പഠിപ്പിച്ചു? ആദ്യമേ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx കണ്ടുപിടിച്ചു. തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് y കോർഡിനേറ്റ് തുല്യമാണ്. അപ്പോൾ 3x² നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. പിന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്നും കൂടി എഴുതി. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് സോൾവ് ചെയ്തപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടി, 0 കിട്ടി, 3 കിട്ടി. ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് y കോർഡിനേറ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 0 27 കിട്ടി. അപ്പോൾ റിക്വയർഡ് പോയിന്റ്സ് ഓൺ ദി കർവ് ആർ 0 0 and 327. അടുത്ത ചോദ്യം 21ലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ. ഫൈൻഡ് തന്നിട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ നോർമൽസ് മാത്രമേ ഉള്ളൂ. ടു ദ കർവ് y = x³ + 2x + 6 which are ആ നോർമൽസിന്റെ പ്രത്യേകത which are parallel to the line എന്ന് പറഞ്ഞ വേറെ ലൈൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, ഇതിനു മുമ്പ് പറഞ്ഞ ചോദ്യം ഇതുപോലത്തെ ചോദ്യം ചെയ്തതാണ്. ഈ കർവിലെ
നോർമൽസിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ നോർമൽസിന്റെ പ്രത്യേകത എന്താണ്? വേറെ ലൈൻ വന്നിട്ടില്ലേ, അതിനോട് പാരലൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? ആദ്യമേ നമ്മള് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് dy by dx കണ്ടുപിടിച്ചു. 3x സ്ക്വയർ പ്ലസ് 2 ശരിയല്ലേ? 3x സ്ക്വയർ പ്ലസ് 2. ഇനി എന്താണ് തന്നിരിക്കുന്നത്? അങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്താ? ഇവിടെ ടാൻജന്റ് അല്ല കേട്ടോ, ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. തന്നിരിക്കുന്നത് നോർമൽസ് ആർ പാരലൽ. അപ്പൊ എന്താ എഴുതേണ്ടത്? അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ചുരുക്കി എഴുതുന്നേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പറയുന്ന അനുസരിച്ച് നോർമൽസ് ആർ പാരലൽ ടു, അപ്പൊ സ്ലോപ്പ് ഓഫ് ദി നോർമൽ ഈസ് ഈക്വൽ ടു, എഴുതാം, നോർമൽ ഈസ് പാരലൽ ടു ദി, എന്തിനോടാ പാരലൽ? നോർമൽ ഈസ് പാരലൽ ടു ദ ഗിവൺ ലൈൻ. നോർമൽ ഈസ് പാരലൽ ടു ദ ഗിവൺ ലൈൻ എഴുതിയാൽ പോരെ? According to the question, normals are parallel to the given line. Normal is parallel to the given line. It implies what is the slope of the normal? Parallel എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവയുടെ സ്ലോപ്പ് ഇതിൽ വരികയാണ്. നോർമൽ ആണ് ഇവിടെ പാരലൽ. അപ്പൊ നോർമലിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ടാൻജന്റ് അല്ലേ പാരലൽ? ടാൻജന്റ് ആണ് dy by dx ആണ്. നോർമൽ ആണ് പാരലൽ ആയിട്ട് -1 by dy by dx ആണ് കേട്ടോ, മാറിപ്പോയത്. ടാൻജന്റ് പാരലൽ എന്നാണ് dy by dx എഴുതിയാൽ മതി. ഇവിടെ നോർമൽ ആണ് പാരലൽ, ശ്രദ്ധിച്ചോണം. അപ്പോൾ -1 by dy by dx is equal to slope of the given line. അല്ലേ? തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് പറഞ്ഞു ഇതിന് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചോദിച്ചാ, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -a by b വെച്ചു, -a by b ശരിയല്ലേ? -a by b -1 by 14. It implies -1 by dy by dx എത്രയാ? 3x സ്ക്വയർ പ്ലസ് 2 അല്ലേ കേട്ടോ, is equal to -1 by 14. ഇവിടെ ഈ രണ്ട് വശത്തും മൈനസ് മൈനസ് വെട്ടിപ്പോവും, ഈ മൈനസ് വെട്ടിപ്പോവും. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 14 ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2. ഈ 14 ഒരു സൈഡിൽ, അപ്പൊ 3x സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടും. ബാക്കി ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഇടാം, ശ്രദ്ധിച്ചോണം. ഇതിന്റെ ബാക്കി ഇവിടെ ഇടാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ഈസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 2. ഇതും കൂടി അങ്ങോട്ട് എടുത്താൽ കിട്ടും 0 ഈക്വൽ ടു, അല്ലെ? 0 ഈക്വൽ ടു 3x സ്ക്വയർ അല്ല 2 അല്ലേ, എക്സിന്റെ ടൈമിലല്ല, അപ്പൊ പിന്നെ കുറെ കൂടി എളുപ്പമാണ്. ഇവിടെ 14 മൈനസ് 2 ഈക്വൽ ടു 3x. നമുക്ക് എക്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ടിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. 14 മൈനസ് 2 ഈക്വൽ 3 സ്ക്വയർ, 12 ഈക്വൽ ടു 3x സ്ക്വയർ. അപ്പോൾ x സ്ക്വയർ ഈക്വൽ 12 ബൈ 3 ഈക്വൽ ടു 4. അതുകൊണ്ട് x ഈക്വൽ റൂട്ട് 4 അല്ലേ, ഈക്വൽ ടു +2 -2. അപ്പൊ എക്സിന് 2 വാല്യൂസ് കിട്ടില്ലേ? +2 കിട്ടി, മൈനസ് കിട്ടി. ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിരുന്ന ഇതിനകത്ത് y കണ്ടുപിടിക്കാൻ പാടില്ലേ? 2 പോയിന്റുകൾ കിട്ടും, അതല്ലേ ചോദ്യം. ചോദ്യം ഇക്വേഷൻസ് കാണാനല്ലേ, ഇവിടെ പോയിന്റുകളെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ, പോയിന്റുകളെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അപ്പൊ എത്ര ആൻസർ കിട്ടുന്നില്ല, എത്ര നോർമൽസ് കിട്ടുന്നില്ല? 2 എണ്ണം കിട്ടും, 2 ആൻസർ കിട്ടും. അതിന് 2 പോയിന്റുകൾ കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് ദി നോർമൽസ് ആർ എഴുതിയിട്ട് y മൈനസ് y നോട്ട് ഈക്വൽ ടു -1 ബൈ dy by dx at x നോട്ട് ഈക്വൽ ടു അങ്ങനെ എഴുതി 2 എണ്ണം എഴുതാം. നോട്ട്ബുക്കിൽ ഞാൻ എഴുതി അയച്ചു കൊള്ളാം.